ഇറ്റ്സ് മീ ടി പി ഷമീം. വെൽക്കം ടു ഓൾ ടു ഷമീം സ്പാർക്സ്. ഷമീം സ്പാർക്സിൻ്റെ മറ്റൊരു സ്പോക്കൺ ഹിന്ദി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു അസസ്മെൻറ്റ് ടെസ്റ്റാണിത്. ഇവാലുവേഷൻ ചെയ്യുകയാണ് നിങ്ങൾ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത്. അതുമാത്രമല്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റേഷൻ നല്ലൊരു സ്കില്ലുണ്ടാക്കാൻ സാധിക്കും. സാധാരണ ഡയലോഗ് കോൺവെർസേഷനിലാണ് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഡയലോഗ് കോൺവെർസേഷനാണ്. നമ്മൾ 1 by 1 ആയിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണ് പഠിച്ചിരിക്കുന്നത്. ഇനി ആ സെൻറ്റൻസുകളെ എങ്ങനെ നമുക്ക് ഒരു സംഭാഷണമായിട്ട് ഒരു പ്രസൻറ്റേഷനാക്കി മാറ്റാം എന്നതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച എല്ലാ പ്രയോഗങ്ങളും സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും എല്ലാം മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പ്രയോഗങ്ങൾ കാ, കെ, കി, കോ, സേ, നെ, മേ, പർ, അതേപോലെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, അതേപോലെ സ്ത്രീലിംഗം, പുല്ലിംഗം, ബഹുവചനം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നിങ്ങൾക്ക് വളരെ ഫ്ലോ ആയിട്ട് ഹിന്ദി സംസാരിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പം നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. അഥവാ ഒരു വിഷയം തരും, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെ സിമ്പിളായിട്ട് വലിയ വലിയ സംഭവങ്ങളൊന്നും, അതായത് അമേരിക്കയും ഇന്ത്യയും യുദ്ധമുണ്ടായാൽ ഉടലെടുക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ഇങ്ങനെയുള്ള ഒരു വലിയ വലിയ വിഷയങ്ങളൊന്നും തരുന്നതല്ല. വളരെ ചെറിയ സിമ്പിൾ നമുക്കറിയുന്ന കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക, അത്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഇതുവരെ പഠിച്ചു വെച്ച എല്ലാ സാധനത്തിൻ്റെയും ഒരു അസസ്മെൻറ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിയൽ ബാറ്റിൽ ഫോർ ദ പ്രസൻറ്റേഷൻ സ്കിൽ. ഓക്കെ, ആദ്യത്തെ ടോപ്പിക്ക് മേരാ ഘർ, എൻ്റെ വീട് എന്നാണ്. എൻ്റെ വീടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ്, എവിടെയാണ് എൻ്റെ വീട്, ആ വീട്ടിൽ എന്തൊക്കെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ്, മേരാ ഘർ ഏക് ഗാവ് മേ ഹേ, എൻ്റെ വീട് ഒരു ഗ്രാമത്തിൽ ആകുന്നു. ഇവിടെ നമ്മൾ 3 യൂസേജ്, നേരത്തെ പഠിച്ച 3 യൂസേജ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മേര എന്നുള്ളത് എന്തുകൊണ്ടാണ് വന്നത്? ഘർ എന്നുള്ള പുല്ലിംഗം, അഥവാ ഘർ എന്നുള്ള സാധനം പുല്ലിംഗമാണ്, അവസാനിക്കുന്നത് ആ എന്നുള്ള അർത്ഥത്തിലായതുകൊണ്ട് മേരാ ഘർ എന്ന് വന്നു. അതേപോലെ തന്നെ ഗാവ് മേ പ്രിപ്പോസിഷൻ വന്നു, ഗ്രാമത്തിൽ. അതേപോലെ ഹേ എന്നുള്ളത് ആകുന്നു എന്നർത്ഥം വന്നു. അപ്പോൾ മേരാ ഘർ ഏക് ഗാവ് മേ ഹേ, എൻ്റെ വീട് ഒരു ഗ്രാമത്തിലാകുന്നു. രണ്ടാമത് ഘർ മേ മാം, ബാപ്പ് ഔർ ഏക് ചോട്ടാ ബായി ഹേ. അപ്പോൾ വീട്ടിൽ എന്താണ്, ആരൊക്കെയുണ്ട്? മാ ഉണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അതേപോലെ തന്നെ ഒരു ചെറിയ അനുജനും ഉണ്ട്. അപ്പോൾ ഇവിടെയും 2 യൂസേജ് വരുന്നുണ്ട്. ഒന്ന് ഘർ മേ, വീട്ടിൽ, അവസാനം എന്താണ്? ചോട്ടാ ബായി ഹേ. ഹേ എന്നുള്ളത് ഉണ്ട് എന്നാണ് അർത്ഥം വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ആകുന്നു എന്ന അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഉണ്ട് എന്നായിട്ട് മാറും. മൂന്നാമത്തത് വേ മുझे बहुत प्यार करते हैं, അവർ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. അവർ, വേ, മുझे എന്നെ, बहुत प्यार करते हैं. അപ്പോൾ മുझे എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മുझे എന്നുള്ളത് മേ പ്ലസ് ഖോ ആണ് മുझे, അല്ലേ? നമ്മൾ മുझको എന്നും പറയാം എന്നും പഠിച്ചിരുന്നു. ഓക്കെ, വേ മുझे बहुत प्यार करते हैं, അവരെന്നെ വളരെയധികം സ്നേഹിക്കുന്നു. പിതാജി ബിജ്ലി കെ ദഫ്തർ മേ കാം കർത്തേ ഹേ. പിതാജി, ഇവിടെയും എന്താണ്, 2-3 യൂസേജ് വരുന്നുണ്ട്. പിതാജി ബിജ്ലി കെ ദഫ്തർ. ബിജ്ലി കെ ദഫ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി ഓഫീസിൽ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ പിതാജി, അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ബിജ്ലി കെ ദഫ്തർ മേ കാം കർത്തേ ഹേ, അച്ഛൻ വൈദ്യുതി ഓഫീസിൽ ജോലി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒന്ന് കാം കർത്തേ ഹേ,
കാം കർത്തേ ഹെ എന്നുള്ളത് നമ്മളേതാണ് പ്രസൻറ്റ് വർത്തമാനം സെൻറ്റൻസാണ്, സ്ട്രക്ചറാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പിതാജി ബിജ്ലി കെ ദഫ്തർ. അപ്പോൾ അവിടെ ദഫ്തർ എന്നുള്ളത് ബഹുവചനമായതുകൊണ്ടാണ് അവിടെ കെ എന്ന് വന്നത്. ബിജ്ലി കെ ദഫ്തർ. അതേപോലെ തന്നെ ബിജ്ലി കെ ദഫ്തർ മേ ഇൽ. അതേപോലെ കാം കർത്തേ ഹെ. കർത്തേ എന്ന് വന്നിരിക്കുന്നത് പിതാജി എന്നുള്ളത് എന്താണ് ബഹുമാന സൂചകമായിട്ടാണ് കെ അവിടെ വന്നിരിക്കുന്നത്. അടുത്തത് പിന്നെ മാതാജി മേരെ സ്കൂൾ മേ ഹി അധ്യാപിക ഹേ. അപ്പം മാതാജി അഥവാ അമ്മ എൻ്റെ സ്കൂളിൽ തന്നെയാണ് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു നമ്മൾ ഇതുവരെയും പഠിക്കാത്ത ഒരു ഉപയോഗം വന്നിരിക്കുന്നുണ്ട്. മാതാജി മേരെ സ്കൂൾ മേ, എൻ്റെ സ്കൂളിൽ. അപ്പം മേരെ സ്കൂൾ മേ, മാതാജി മേരെ സ്കൂൾ മേ. മാതാജി എന്നുള്ളത് മേരെ സ്കൂൾ മേ എന്നുള്ളത് വന്നു. ഹി അധ്യാപിക ഹേ. എൻ്റെ സ്കൂളിൽ ഹി എന്നുള്ളത് തന്നെ, എൻ്റെ സ്കൂളിൽ തന്നെ അധ്യാപിക ആകുന്നു. ഛോട്ടാ ഭായി ചൗദേ ദർജ് മേ പഠ്താ ഹേ. ചൗദേ എന്നുള്ളത് 4ാം ക്ലാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചൗട്ടാ ഭായി ചെറിയ അനുജൻ എന്നാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെയും പഠ്താ ഹേ എന്നാണ് വന്നിരിക്കുന്നത്. സെൻറ്റൻസ് പ്രസൻ്റ് ആണ്. പിന്നെ വരുന്നത് ഹം അപ്നെ ഘർ കോ ഹമേഷ സാഫ് രഖ്തേ ഹേ. അപ്പോൾ ഹം അപ്നെ ഘർ കോ, ഞങ്ങളുടെ വീട്ടിനെ ഹമേഷ എപ്പോഴും സാഫ് കർത്തേ ഹേ, വൃത്തിയാക്കി വെക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാണ്. അപ്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ, അപ്നെ ഞങ്ങളുടെ ഗർക്കോ. അപ്പോൾ നമ്മളിപ്പം ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഹമാര എന്ന് അങ്ങനെ വീണ്ടും ആവർത്തിക്കേണ്ട, ഹമ്മും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ട് വരുന്ന ഒരു വേർഡാണ് അപ്നെ എന്നുള്ളത്. അപ്പം മേ എന്നും അതേപോലെ തന്നെ പറയാം, മേ അപ്നെ, ഞാൻ എൻ്റെ എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഹം അപ്നെ ഘർക്കോ ഹമേഷ സാഫ് രഖ്തേ ഹേ, എപ്പോഴും എന്നാണ് വൃത്തിയാക്കി വെക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ വിദ്യാലയം, മേരാ വിദ്യാലയ. മേ മോഡൽ ഹൈസ്കൂൾ മേ പഠ്താ ഹൂം. ഇവിടെ ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുന്നു. ഇനി ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, കാരണം നിങ്ങൾ തന്നെ അത് ശ്രദ്ധിക്കുക. എന്തൊക്കെ പ്രയോഗങ്ങളാണ് വരുന്നത് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒന്ന് വായിച്ചു പോവുകയാണ്. ഹമാരെ സ്കൂൾ മേ 2000 से अधिक വിദ്യാർത്ഥി പഠ്തേ ഹേ. ഞങ്ങളുടെ സ്കൂളിൽ 2000 से अधिक വിദ്യാർത്ഥി, അതായത് 2000-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ എന്നാണ് പഠ്തേ ഹേ പഠിക്കുന്നു. മേ 8वें ദർജ് മേ പഠ്താ ഹൂം. മേ പറയുമ്പോൾ എപ്പോഴും ഹൂം എന്ന് വരും, അത് ശ്രദ്ധിക്കേണ്ടതാണ്. മേ 8वें ദർജ് മേ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദർജ് എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്കൂൾ മേ 60 അധ്യാപക് ഹേ. സ്കൂൾ മേ 60 അധ്യാപക് ഹേ. സ്കൂളിൽ 7 അധ്യാപകന്മാരുണ്ട്. ശ്രീ വിജയൻ ഹമാരെ പ്രധാൻ അധ്യാപക് ഹേ. വിജയൻ സാറാണ് നമ്മളുടെ പ്രധാന അധ്യാപകൻ, അഥവാ അധ്യാപകരിൽ നമ്മുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയും. വേ ഹമേ ബഹുത് പ്യാർ കർത്തേ ഹേ. അവർ ഞങ്ങളെല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്നു. മേ അധ്യാപകോ ആദർ കർത്താ ഹൂം. മേ അധ്യാപകോ ഖോ ആദർ കർത്താ ഹൂം. ഞാൻ അധ്യാപകന്മാരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഔർ ഉൻകാ കഹന മാൻതാ ഹൂം. അവരുടെ ഉപദേശങ്ങൾ ഞാൻ അനുസരിക്കുന്നു. ഇപ്പം കഹന അവരുടെ പറച്ചൽ, ഉപദേശങ്ങൾ എന്നൊക്കെ പറയാം. स्कूल की पोशाक काला और सफ़ेद है. स्कूल यूनिफॉर्म काला और सफ़ेद है. വെള്ളയും അതേപോലെ തന്നെ കറുപ്പുമാകുന്നു. സ്കൂൾ കെ പീച്ചെ ഏക് ബഡാ മൈതാൻ ഹേ. സ്കൂളിൻ്റെ പിന്നിൽ കെ പീച്ചെ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതാണ് പ്രിപ്പോസിഷൻ. സ്കൂൾ കെ പീച്ചെ ഏക് ബഡാ മൈതാൻ ഹേ. ഒരു വലിയൊരു മൈതാനം ഉണ്ട്. और सामने एक सुंदर बगीचा है. മുൻപിൽ ഒരു പൂന്തോട്ടവും ഉണ്ട്.
അപ്പം നമ്മൾ 2 ടോപ്പിക്ക് സംസാരിച്ച് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതെന്താണ്? മേരാ ഗാവ്, എൻ്റെ ഗ്രാമം. മേരാ ഗാവ് ഷഹർ സേ 10 കിലോമീറ്റർ ദൂർ ഹേ. പട്ടണത്തിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമാണ് എൻ്റെ ഗ്രാമം. യഹാ കരീബ് 5 പരിവാർ ഹേ. ഏകദേശം 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്, ചെറിയൊരു ഗ്രാമമാണ്. ഹമാരെ ഗാവ് സേ ഷഹർ ജാനെ വാലെ 3 ബസ് ഹേ. ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്ക് പോകാൻ 3 ബസ്സുകളാണുള്ളത്. ഗാവ് മേ വില്ലേജ് ഓഫീസ്, അതേപോലെ ടാക്ഘർ और एक हायर സെക്കൻഡറി സ്കൂൾ ഹേ. ഹയർ സെക്കൻഡറി എന്നാണ് പറയുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളും അതേപോലെ വില്ലേജ് ഓഫീസും അതേപോലെ പോസ്റ്റ് ഓഫീസും ഞങ്ങളുടെ ഗ്രാമത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പഞ്ചായത്ത് കാ ദഫ്തർ ബി ഇസി ഗാവ് മേ ഹേ. പഞ്ചായത്ത് ഓഫീസും എന്നാണ് ഈ ഗ്രാമത്തിൽ തന്നെയാണ് ഉള്ളത്. गांव के अधिकार लोग किसान है. ഗാവ് കെ അധികാര എന്ന് പറഞ്ഞാൽ നമ്മുടെ അധികം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഗാവിലെ ഗ്രാമത്തിലെ അധിക പേരും അധികാര ലോക് കിസാൻ ഹെ, കൃഷിക്കാരാകുന്നു. അതേപോലെ തന്നെ സഭി ധർമ്മ കെ ലോക് യഹാം ഹിൽ മിൽക്കർ രഹത്തെ ഹെ. സഭി ധർമ്മ കെ ലോക്, ധർമ്മ എന്നുദ്ദേശിക്കുന്ന മതം എന്നാണ്. അപ്പോൾ സഭി ധർമ്മ, എല്ലാ മതസ്ഥരായ ജനങ്ങളും ഇവിടെ യഹാം ഹിൽ മിൽക്കർ രഹത്തെ ഹെ, ഒരുമിച്ചു താമസിക്കുന്നു. അപ്പോൾ 3 ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. എങ്കിലും നിങ്ങൾ ഇത് പറഞ്ഞ് പരിശീലിക്കുമ്പോഴാണ് ഇത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്, അത്രമാത്രം. നമ്മൾ സംഭാഷണങ്ങളിലൂടെയും അതേപോലെ പ്രസൻറ്റേഷൻ ഒരു ടോപ്പിക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി എന്നാണ് ബെറ്ററായിട്ട് നമ്മൾ മാറുന്നത്. എനിവേ, അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. മേരാ രാജ്യം, എൻ്റെ സംസ്ഥാനം. മേരാ രാജ് കേരൾ ഹേ. എൻ്റെ സംസ്ഥാനം കേരളമാകുന്നു. കേരൾ കി പ്രകൃതി ബഹുത് സുന്ദർ ഹേ. കേരളത്തിൻ്റെ പ്രകൃതി എന്താണ്? വളരെ സുന്ദരമാകുന്നു. ലോക് ഇസേ ഈശ്വർ ഖാ അപ്നാ രാജ്യ കഹത്തെ ഹേ. ഈശ്വരൻ്റെ സ്വന്തം രാജ്യമാകുന്നു എന്ന് എല്ലാവരും എന്നാണ് പറയുകയാണ്. കേരളിനെ സമ്പൂർണ്ണ സാക്ഷരത പായി ഹേ. സമ്പൂർണ്ണ സാക്ഷരതമുള്ള രാജ്യമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളിനെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, നേ എന്നുള്ള പ്രയോഗം എന്തുകൊണ്ടാണ് വന്നത്? സമ്പൂർണ്ണ സാക്ഷരത പായി ഹേ. അപ്പോൾ സാക്ഷരത നേടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്ത് നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നേ എന്ന് വന്നത്. അതേപോലെ കേർ വൃക്ഷ കെ നാരിയൽ കെ പേട് എന്നാണ് പറയുക. കേർ വൃക്ഷന് കേർ വൃക്ഷ കെ കാരൺ ഹി ഇസ് രാജ്യ സേ യഹ് നാം മിലാ ഹേ. ഈ കേരവൃക്ഷത്തിൻ്റെ നാട് എന്ന പേരിലാണ് ഈ ഒരു സംസ്ഥാനം അറിയപ്പെടുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേരൾ കി ഭാഷ മലയാളം ഹേ. കേരളത്തിൻ്റെ ഭാഷ മലയാളമാകുന്നു. നദിയോ കാ രാജ്യ ഹേ. ഇത് നദികളുടെ ഒരു സംസ്ഥാനമാകുന്നു. മന്ദിരോ കാ രാജ്യ ഹേ ഔർ ധർമ്മക് സംസ്കൃതി കാ രാജ്യ. അതേപോലെ തന്നെ മന്ദിരങ്ങളുടെ, കെട്ടിടങ്ങളുടെയും അതേപോലെ തന്നെ ധർമ്മക് സംസ്കൃത് ഖ, അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെ സംസ്ഥാനമാണ് എന്നാണ് പറയുന്നത്. എല്ലാ മതപരമായ സംസ്കാരത്തിൻ്റെ ഒരു സംസ്ഥാനമാകുന്നു. ഹിന്ദു, ഈസായി, മുസൽമാൻ സബ് യഹാം ഹിൽ മിൽക്കർ രഹത്തെ ഹെ. ഹിന്ദു, അതേപോലെ ക്രിസ്ത്യൻ, മുസ്ലിംസ് ഇവരൊക്കെ എന്നാണ് ഒരുമിച്ച് താമസിക്കുന്ന ഒരു വളരെ നല്ല ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ കേരളം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മൾ ജീവിക്കുന്ന സംസ്ഥാനം പറഞ്ഞു, ഇനി നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹമാരാ ദേശ്, നമ്മുടെ രാജ്യം. ഭാരത് ഹമാരാ രാജ്യ ഹെ, ഭാരത് ഹമാരാ ദേശ് ഹെ. നമ്മുടെ രാജ്യം ഇന്ത്യയാകുന്നു. ഭാരത് ബഡാ ജനതന്ത്ര രാഷ്ട്ര ഹെ, വലിയൊരു ഡെമോക്രറ്റിക് അഥവാ ജനാധിപത്യ രാജ്യമാണ്.
15 अगस्त 1947 को ये देश अंग्रेज़ों से स्वतंत्र हुआ. അതായത് 1947 15 ഓഗസ്റ്റിൽ ये देश अंग्रेज़ों से अंग्रेज़ों എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ अंग्रेज़ों से എന്ന് പറഞ്ഞാൽ നിന്നും സ്വതന്ത്ര हुआ സ്വതന്ത്രമായി. ഇപ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ ആയി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി के नेतृत्व में സ്വതന്ത്ര की लड़ाई हुई थी. ഇപ്പോൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിൻ്റെ നേതൃത്വത്തിലാണ് സ്വതന്ത്രത്തിന് വേണ്ടി എല്ലാവരും പോരാടി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഭാരത് കെ പെഹ്ലെ പ്രധാനമന്ത്രി थे. ഇവിടെ थे എന്ന് പറയുമ്പോൾ ആയിരുന്നു, നമ്മൾ നേരത്തെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഭാരത് കെ പെഹ്ലെ കെ പെഹ്ലെ നമ്മുടെ മുമ്പ് ആദ്യത്തെ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. ഭാരത് കെ പെഹ്ലെ ആദ്യത്തെ പ്രധാനമന്ത്രി थे. ഭാരത് की आबादी 100 करोड़ से ऊपर है. ഭാരത് की ആബാദി അഥവാ ഭാരതത്തിൻ്റെ ജനസംഖ്യ 100 കോടിയിൽ മേലെയാണ്. ഇപ്പം അത് 100 കോടിയും കഴിഞ്ഞു. പിന്നെ 130 അല്ല അത്ര അതിന് മേലെയുണ്ട്, 130 മേലെ കോടികളായിട്ട് വരുന്നുണ്ട്. ഭാരത് ഏക് ധർമ്മ നിരപേക്ഷ രാഷ്ട്ര ഹെ. ഭാരതം ഒരു ധർമ്മനിരപേക്ഷ രാഷ്ട്രമാണ്. അതേപോലെ ഹിന്ദി ഭാരത് കി രാഷ്ട്രഭാഷ ഹെ. ഹിന്ദി നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രഭാഷയാകും. അപ്പം നമ്മൾ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഇപ്പം നമ്മൾ ഒരു 5 ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടോപ്പിക്കും കൂടി നമുക്ക് പറയാൻ വേണ്ടി ശ്രമിക്കാം. ഹമാരെ രാഷ്ട്രപിത, നമ്മുടെ രാഷ്ട്രപിതാവ് അതറിയണ്ടേ, ഫാദർ ഓഫ് നാഷൻ, രാഷ്ട്രപിതാവിനെ കുറിച്ച് നമ്മൾ അറിയൽ നിർബന്ധമാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. മഹാത്മാഗാന്ധി ഭാരത് കെ രാഷ്ട്രപിതാ ഹെ. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാകുന്നു. ഉൻക അവരുടെ, ഉൻക എന്ന് പറയുമ്പോൾ ഉൻക എന്നുള്ളത് വേ പ്ലസ് ക ആണ് ഉൻക എന്നുള്ളത് അല്ലേ. അപ്പോൾ വേ എന്നുള്ളത് അവർ, അവ, അദ്ദേഹം ബഹുമാന സൂചകമായിട്ടും പറയുന്നുണ്ട്. അപ്പം ഉൻക അദ്ദേഹത്തിൻ്റെ. ഉൻക ജന്മ 2 अक्टूबर 1869 को गुजरात के പോർബന്ദർ से हुआ था. അപ്പോൾ 1869 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജിയുടെ ജന്മം ഉണ്ടായത്, സംഭവിച്ചത്. ഹുവാ था. उनका पूरा नाम മോഹൻദാസ് കരംചന്ദ് ഗാന്ധി था. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എന്നുള്ളത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നതായിരുന്നു. गांधी जी के नेतृत्व में देश में आज़ादी की लड़ाई हुई थी. ഗാന്ധിജിൻ്റെ നേതൃത്വത്തിൽ ദേശ് മേ ആസാദി കി ലഡായി ഹുയി തി. ആസാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലഡായി ഫൈറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഉൻഹോനെ എന്നുള്ളതും അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഉൻക എന്നതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഉൻഹോനെ എന്ന് പറഞ്ഞാൽ നേ എന്നുള്ള പ്രയോഗമാണ് സത്യത്തിൽ. അപ്പോൾ നമ്മുടെ നേ എന്നുള്ള പ്രയോഗം വരുന്ന അവസാനത്തിൽ നിന്നാണ് പാസ്റ്റ് ടെൻസ് വരുമ്പോഴാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഉൻഹോനെ സത്യ ഔർ അഹിംസ കാ മാർഗ് അപ്നായ. അദ്ദേഹം എന്താണ്, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സഭി ലോഗോ കോ ഏക് സൂത്ര മേ ബാന്ധ് ഉൻഹോനെ अंग्रेज़े के വിരുദ്ധ യുദ്ധ കിയ. അതായത് അദ്ദേഹം എന്താണ്, എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടി അദ്ദേഹം പിന്നെ ഇംഗ്ലീഷുകാരിൽ നിന്നും അവർക്കെതിരെ യുദ്ധം എന്താണ് ചെയ്തു. ദേശ് മേ ഉൻഹോനെ ഹിന്ദി ഔർ ഖാദി കാ പ്രചാർ കിയ. ഹിന്ദിയുടെയും അതേപോലെ ഖാദിയുടെയും പ്രചാരം എന്നാണ് രാഷ്ട്രത്തിൽ മുഴുവനും അദ്ദേഹം എന്നാണ് പ്രചരിപ്പിച്ചു. അതേപോലെ തന്നെ सरल जीवन और उच्च विचार उनका आदर्श था. അതായത് सरल विचार और उच्च विचार उनका आदर्श. ആരെയും ദ്രോഹിക്കാതെ വളരെ നല്ല ഒരു സമാധാനത്തിൻ്റെ ഒരു പാതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശം എന്നാണ്. 30 जनवरी 1945 को एक दर्द की गोली से गांधी जी का अंत हुआ. ഗാന്ധിജിനെ ഒരു മതതീവ്രവാദി 1945
8 അദ്ദേഹത്തിനെ കൊന്നു, അതായത് വെടിവെച്ച് കൊന്നു എന്നാണ് ഇവിടെ. ഗോലി എന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലുക എന്നാണ്. അപ്പം നമ്മൾ ഇത്രയും ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ഏകദേശം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതുവരെ എടുത്ത എല്ലാ ചാപ്റ്ററിൻ്റെയും പിന്നെ പ്രയോഗങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനിയും 1-2 ടോപ്പിക്കും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ഇനിയും വളരെയധികം ശ്രദ്ധിക്കുക. അടുത്ത ടോപ്പിലേക്ക് കടക്കാം.